പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാദിൻ അക്കാദമിയിൽ നടത്തപ്പെടുന്ന അഗത്തിയം എക്സ്പോയിലാണോ. ഈ അഗത്തിയം എക്സ്പോയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മർഹൂം അഗത്തി ഉസ്താദ്, മാദിൻ അക്കാദമി മുദ്ദരിസായിരുന്ന അഗത്തി ഉസ്താദിന്റെ ജീവിതം മുഴുവൻ വരച്ചു കാണിക്കുന്ന 55 വർഷം മുഴുവൻ എന്തെല്ലാം ചെയ്തിരുന്നു, എന്തെല്ലാം വിപ്ലവങ്ങളാണ് ഉസ്താദ് അവർ സൃഷ്ടിച്ചത്, എന്തെല്ലാം വർക്കുകളാണ് ഉസ്താദ് ചെയ്തിരുന്നത്, അതിനെല്ലാം ചിത്രീകരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഒരു എക്സിബിഷൻ എന്നുള്ളത്. കേവലം ഒരു പ്രദർശനം എന്നതല്ല, മറിച്ച് മനുഷ്യായുഷ്കാലം മുഴുവൻ ഏതെല്ലാം രൂപത്തിൽ വൈജ്ഞാനിക മുന്നേറ്റത്തിനായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു എക്സിബിഷനാണിത്. അപ്പം ഉസ്താദ് അവറുകൾ ധാരാളം വിഷയങ്ങളായിട്ട് പഠനം നടത്തിയിട്ടുണ്ട് കേട്ടോ. ആസ്ട്രോണമി, ജോഗ്രഫി, അതുപോലെ ലിറ്ററേച്ചർ, പോയറ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ട് അതിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ ഉസ്താദ് അവറുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തെ പറ്റിയിട്ട് ഉസ്താദ് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു രൂപത്തിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ആസ്ട്രോണമിയെ പറ്റിയിട്ട് ധാരാളം ആസ്ട്രോണമി സ്കോളേഴ്സ് രചിച്ചിട്ടുള്ള ധാരാളം കിതാബുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ കിതാബുകൾക്കൊക്കെ തട്ടിക്ക് എഴുതി ഉസ്താദ് അവറുകൾ രചിച്ച ധാരാളം വർക്കുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഉസ്താദുകൾ സ്വന്തമായിട്ട് ധാരാളം കിതാബുകൾ ആസ്ട്രോണമി എന്ന വിഷയത്തെ പഞ്ഞു ബേസ് ചെയ്തുകൊണ്ട് ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത്, അപ്പം ഉസ്താദ് അവറുകൾ ആസ്ട്രോണമി എന്ന സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനെ എളുപ്പമാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് അവറുകൾ നിർമ്മിച്ച ധാരാളം രീതികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ കോമ്പസുകളാണ്, വ്യത്യസ്ത തരത്തിലുള്ള കോമ്പസുകളാണ്. ഇതെല്ലാം കിബില കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉസ്താദ് അവറുകൾ രൂപകൽപ്പന ചെയ്ത ധാരാളം കോമ്പസുകളാണ്. ഇത് ഒരു ഗോളം, അതിന്റെ രൂപവും അതിന്റെ പ്രത്യേകതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുകൾ നിർമ്മിച്ചതാണ്. ഒരു മരം കൊണ്ട് നിർമ്മിച്ചതാണ്, രൂപകൽപ്പന ചെയ്തതാണ്. മാൻഡില്, ക്രസ്റ്റ്, കോറ് തുടങ്ങിയിട്ടുള്ള ഒരു ഗോളത്തിന്റെ എല്ലാ പ്രത്യേകതകളും പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുകൾ പ്രാക്ടിക്കലൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാൽക്കുലേറ്ററുകൾ, സയന്റിഫിക് കാൽക്കുലേറ്ററുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സൈന്, കൊസൈന്, ടാന് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ. അതെല്ലാം ഒന്ന് പ്രാക്ടിക്കലൈസ് ചെയ്ത് അതിനെളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സൈന്, കൊസൈന്, ടാന് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാനവറുകൾ നിസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് അതൊക്കെ അതിന്റെ സഹായത്തോടു കൂടിയാണ് കലണ്ടറിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉസ്താദ് അവറുകൾ നിസ്കാരത്തിന്റെ ടൈമൊക്കെ നോക്കിയിരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പം അതെല്ലാം കണ്ടെത്തിയിരുന്നത് ഈ നിർമ്മിതിയുടെ സഹായത്തോടു കൂടിയായിരുന്നു. ഉസ്താദ് അവറുകൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. അപ്പം ഇതെല്ലാം തന്നെ മൊത്തത്തിൽ ആസ്ട്രോണമിയുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവറുകൾ സ്വന്തമായിട്ട് നിർമ്മിച്ച സംഗതികളാണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അടുത്തതാണ് റൂൽ മുജയ്യിബ്. ഇത് സൂര്യന്റെ ദിശ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉസ്താദ് അവറുകൾ നിർമ്മിച്ചതാണ്. ഇതിലോരോ നിഴലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സമയം, ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ച് ഇതിലിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സമയമാണ് അവിടെ നമുക്ക് അതിലോട് ബോധ്യപ്പെടുക. ഉച്ചയാണെങ്കിൽ ഉച്ചയാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം തന്നെ ആസ്ട്രോണമിക്കൽ ടൈം കീപ്പിംഗ്, അതിന്റെ ഒരു രൂപരേഖയാണ് ഉസ്താദുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണുന്നത് ആർക്കിടെക്ചർ, വാസ്തുശാസ്ത്രത്തെ പറ്റിയിട്ടുള്ള ഉസ്താദിന്റെ പഠനാവശ്യാർത്ഥം ഉസ്താദ് അവരുകൾ കളക്ട് ചെയ്ത ധാരാളം വാല്യുബിൾ ബുക്സ് ആണ് ഇതൊക്കെ. ഉസ്താദ് അവറുകൾക്ക് ഒരു ശീലമുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ശീലിച്ചൊരു ശീലമാണ്. എന്തൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വളരെ കൗതുകത്തോടുകൂടി അതിന് പിന്നാലെ പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് അവറുകൾ ധാരാളം അറിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയ ചരിത്രമുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഉസ്താദ് അവറുകൾ കിതാബുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് അവറുകൾ വാങ്ങിയ ഒരു പ്രധാനപ്പെട്ട ക്യാമറയാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ധാരാളം കിതാബുകൾ ഫോട്ടോ എടുത്തിരുന്നു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈന്, കൊസൈന്, ടാന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉസ്താദ് അവറുകൾ ധാരാളം നിസ്കാരങ്ങൾക്ക് സമയം കണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ളുഹൂർ, അസ്ർ, മഗ്‌രിബ്, ഇശാ തുടങ്ങിയിട്ട് 5 വക്ത് നിസ്കാരങ്ങൾക്ക് സമയം ഉസ്താദ് അവറുകൾ ക്രമീകരിച്ചത് അതിന്റെ ഒരു മോഡലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാണുന്നതൊക്കെ ഉസ്താദ് അവറുകളുടെ വർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. ഏകദേശം 82ഓളം കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഉസ്താദ് അവറുകൾ സ്വന്തമായിട്ട് രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ധാരാളം കിതാബുകൾ ഉസ്താദ് അവറുകൾ സ്വന്തമായിട്ട് തഹ്ഖീഖ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് അവറുകൾ ധാരാളം ലൈബ്രറി ബുക്സുകൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള ഒരു
വൈജ്ഞാനിക മേഖലകൾക്ക് നേതൃത്വം വഹിച്ച ഒരു മഹാൻ കൂടിയാണ് ഉസ്താദ് അവറുകൾ. കേവലം ആത്മീയമായിട്ടുള്ള ഇൽമു മാത്രമല്ല ഉസ്താദ് അവറുകൾ നുകർന്നിട്ടുള്ളത്, കൂടാതെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഉസ്താദ് അവറുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്ന ബുക്സിന്റെ കളക്ഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോട്ടോഷോപ്പ്, ടൈപ്പിംഗ് തുടങ്ങിയിട്ടുള്ള ടാലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ കൂടെ ഉസ്താദ് അവറുകൾക്ക് കൈക്കലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാണുന്ന ചാർട്ട് ഉസ്താദ് അവറുകളുടെ ജീവിതം മുഴുവൻ വരച്ച് കാണിക്കുന്ന ഒരു ടൈം ലൈൻ ആണ് കേട്ടോ. 1971 ഒക്ടോബർ 21 ഉസ്താദ് അവറുകൾ ജനിക്കുന്നത്. അതുപോലെ 2001 ജനുവരി 1 മഅദിൻ അക്കാദമിയിലേക്ക് ഉസ്താദ് അവറുകൾ അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഉസ്താദ് അവറുകളുടെ ജീവിത നിമിഷങ്ങളാണ്, ജീവിത ടൈം ലൈനാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. 2024 ഒക്ടോബർ 19 ശനിയാഴ്ചയാണ് ഉസ്താദ് അവറുകളുടെ വഫാത്ത് ദിനം.